നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച നമ്മൾ കലയരങ്ങിൻ്റെ ദിവസമാണല്ലോ. കലയരങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ട് ശനിയാഴ്ചകളിൽ ഞാനൊരു പാചകക്കുറിപ്പാണ് ഇടാറുള്ളത്. ഇന്നും ഒരു പാചകം തന്നെയാകാം. പക്ഷേ ഇന്നത്തെ പാചകത്തിനൊരു കാര്യമുണ്ട്. ഒന്നും നേരത്തെ ഒന്നും ഒരുങ്ങി തീരുമാനിച്ച അങ്ങനെയൊന്നുമുള്ള ഒരു കാര്യവുമല്ല. അതായത് ഈ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് ബാലവൈദ്യന്മാരുടെ ചികിത്സ ആയുർവേദ വിധി പ്രകാരം. അപ്പോൾ കുട്ടികളുടെ ഈ ബുദ്ധിശക്തിക്കൊക്കെ ഉരുക്കുനെയ്യും മുരിങ്ങയിലും നല്ലൊരു ചേരുവയാണെന്നാണ് പറയുന്നത്. മുരിക്കിൻ്റെ മുരിങ്ങയിലാന്ന് മാത്രമല്ല, വേറെ ഇലക്കറികൾ എന്തായാലും ധാരാളം കഴിക്കണം കുട്ടികൾ. അതുപോലെ പ്രോട്ടീൻ ഉള്ള പരിപ്പ് കഴിക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണകളുണ്ട് അമ്മമാരുടെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ നേരിട്ടൊക്കെ തന്നു കഴിഞ്ഞാലൊന്നും കഴിക്കലൊക്കെ കണക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന തക്ക വിധത്തിലുള്ള ഒരു കൂട്ടം കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല സ്വാദും ഉണ്ടാവാറുണ്ട് കേട്ടോ കൂട്ടന്നെ. അപ്പം ഇന്ന് ഞാൻ അത്തരത്തിലുള്ള അന്ന് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ അമ്മയും വലിയമ്മമാരൊക്കെ എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കാറുള്ള ഒരു കൂട്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ആ ഒരു കറിയാണ് വെച്ചത്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ ഇതിന് വേണ്ടതായ റെസിപ്പി സാമ്പാർ പരിപ്പ് വേണം. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ് വേണം. പിന്നീടോ ആ പരിപ്പും അതിലൊരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി എടുത്ത് അടുപ്പത്ത് വെച്ച് കുക്കറിൽ വെച്ചിട്ടാട്ടോ ഞാൻ വേവിച്ചത്. വെറുതെ അങ്ങോട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ പറമ്പിൽ ഈ ഇത്തിരി നനയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, ധാരാളം പച്ച നിറത്തിലുള്ള ചീരയുണ്ട്. ആ ചീര മുളകുശ്യം വയ്ക്കാൻ നല്ലതാണ്, തോരൻ വയ്ക്കാൻ നല്ലതാണ്. ചിലപ്പോൾ ചീരയും മാങ്ങയും കൂടെ ഒരു കൂട്ടാനൊക്കെ വയ്ക്കാൻ, അങ്ങനെ പലതും ഞാൻ ഇന്ന് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ചീരയും പരിപ്പും കൂടി ഒരു മുളകുശ്യം ഉച്ചയ്ക്ക് ഊണിന്. അത് മതി. ഇപ്പം ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ അങ്ങനെയാണ് വന്നേ. എന്നും ഇപ്പം എല്ലാം പച്ചക്കറി നമുക്ക് എപ്പോഴും കാശ് കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല. നമ്മുടെ കുടിക്കകത്തൊക്കെ ഉള്ളത് എടുക്കാം. അങ്ങനെ നല്ലോണം ഒരു 2 പിടുത്തം ചീര നുള്ളിക്കൊണ്ടെന്ന് കഴുകി തോരനരിയുന്നത് പോലെ അങ്ങോട്ട് അരിഞ്ഞു. കുക്കറിൽ പരിപ്പും വേവിച്ചു, മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചു. ഈ ചീര അരിഞ്ഞെടുത്തത് കുക്കർ പരിപ്പ് വെന്തിട്ട് അതവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ, ഇത്തിരി വലിയ മുറി ആയതുകൊണ്ടാണ് അരമുറി തേങ്ങ, 2-3 പച്ചമുളക്, ഒരു നുള്ള് ജീരകം. അപ്പം മഞ്ഞപ്പൊടി ഇട്ടതിൻ്റെ കൂടെ ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല, ഉപ്പും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്തു, ഈ അരയ്ക്കാൻ വച്ചിരിക്കുന്ന തേങ്ങയുടെ പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയും കൂടെ 2 സ്പൂൺ ചുമന്ന കാശ്മീരി മുളക് പൊടി ഇട്ടു. ആ കൂട്ടാൻ ഏകദേശം വരുന്ന ഉപ്പും ഇട്ടു. ഇതെല്ലാം കൂടി മിക്സിയിൽ സൂപ്പറായിട്ട് അങ്ങോട്ട് അരച്ചു. എന്നിട്ടോ കുക്കർ തുറന്നു. പരിപ്പ് വെന്തിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. ഈ അരച്ചത് ആദ്യം അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. ഒന്നുകൂടെ ആ മിക്സിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ആവശ്യത്തിന് ഈ ചീര കൂടി ഇട്ടു. ഇളക്കി നോക്കിയിട്ട് വെള്ളം പാകത്തിന് ആണ് എന്ന് വന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചു. ഗ്യാസ് കത്തിച്ച് ഒന്ന് തിളക്കിയല്ലേ വേണ്ടൂ. ചീര പെട്ടെന്ന് വേവില്ലേ. ആ ചീര പെട്ടെന്ന് അങ്ങോട്ട് വെന്തു. ചീര പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മുളകുശ്യത്തിൽ പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇടാം. എൻ്റെ ഭവനത്തിൽ ഒരു സൂത്രം കാണിക്കാറുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും, എന്നാലും ഞങ്ങൾ കഴിക്കാറുണ്ട്. എന്താണെന്നോ, ഈ വെളിച്ചെണ്ണ ഒഴിക്കണതിന് പകരം അവിടെ എന്ത് ചെയ്യും, ഈ കൂട്ടാനിൽ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കും. അപ്പം എന്താ, നെയ്യും പരിപ്പും ഇലക്കറിയും ചീരയും കൂടെ എല്ലാവരുടെ ഉള്ളിൽ ചെന്നുല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൂത്രം ചെയ്യാറുണ്ട്. അത് നല്ലതാട്ടോ. ഈ ചീര മുളകുശ്യത്തിൽ വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇല ഇടുന്നതിന് പകരം ഇത്തിരി നെയ്യും കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ നെയ്യിൻ്റെ സ്വാദം ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് നെയ്യ് കൂട്ടി ഉണ്ണണ ഒരു സുഖം ഉണ്ടാവും. 2 പപ്പടം കാച്ചിയതുണ്ടെങ്കിൽ ഒരു പപ്പടവും കൂടെ അതിൽ പൊടിച്ചാൽ ചേർക്കുക, സുഖമായിട്ട് ഊണ് കഴിക്കാം. ഇന്ന് ഞാനുണ്ടാക്കിയ കൂട്ടാനതാ. എന്താണ്, പരിപ്പും പച്ച ചീരയും ചേർന്നുകൊണ്ടുള്ള ഒരു മുളകുശ്യം.
ഞാൻ മുളക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരുടെ ഊണൊക്കെ ആയി വന്നു, എടുത്തു മാറ്റി വെച്ചു. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കാണിച്ചു തരണമല്ലോ, ഇവിടെ പ്രസൻറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ആ എടുത്തു വച്ച ചീരമുളകും ഇപ്പം കാണാം. ഈ ചീരമുളകും ധാരാളം കൂട്ടാം. അതാണ് ഒരു പ്രധാനം. വലിയ എരിവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ചീരമുളകും ഒരു പാത്രത്തിൽ കുറച്ചും കൂടെ എടുത്തുകൊണ്ട് വന്നേക്കാം. ദാ കാണാനുണ്ടോ? അതിനുള്ളിൽ ഞാൻ വെറുതെ ഒരു ക്യാരറ്റ് മുറിച്ച് വെച്ചു. ഇന്നിവിടെ മാമ്പഴം കിട്ടിയിട്ട് മാമ്പഴം പൊളി കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഒരു തൊലിയും കുരുകുര കത്രിക കൊണ്ട് അങ്ങോട്ട് അരിഞ്ഞ് ചാരി വെച്ച് ഓരോ എന്താ പറയണ്ടേ, ഒരു വെറൈറ്റി കാണുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വച്ചേക്കണതാണ്. അപ്പോൾ ചീരമുളകും ഊണിന് നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കും. ഇന്ന് ഇത്തരത്തിലുള്ള ഈ ചീരമുളകും ഇപ്പോഴത്തെ കുട്ടികൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 25 വയസ്സിൽ താഴെയുള്ളതായിട്ട് നമ്മുടെ ഭവനങ്ങളിലുള്ള കുട്ടികൾക്ക്, ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു കറിയുടെ രുചി അറിയുമോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇതൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, ഇതൊന്നും അല്ലല്ലോ വേണ്ടേ. അതികഠിനമായ മസാലകളോട് ചേർന്ന് ഇഴുകി ചേർന്നിട്ടുള്ള പലതരം കറികളല്ലേ. എന്താ പറയണേ, ബൾഗറും ഇതൊക്കെ ബൾഗറിലില്ല തോന്നുന്നു, പച്ചക്കറികളൊക്കെ ഉള്ളു. എന്തായാലും സാധാരണ ഭവനങ്ങളിൽ പണ്ട് കാലത്തൊക്കെ വയ്ക്കാറുള്ള ഒരു മുളകുശ്യമാണ്. നെയ്യാണ് ഇതിൽ ഒഴിക്കാൻ തീരുമാനിച്ചേക്കണേ വെച്ചാൽ സാധാരണഗതിയിൽ അത് ഉച്ചയ്ക്കാണ് എടുക്കുക. കാരണം രാത്രി കാലങ്ങളിൽ നെയ്യ് ഭക്ഷണത്തിന് ഉപയോഗിക്കാറ് പതിവില്ല. അപ്പോൾ അത്താഴത്തിന് മുളകുശ്യം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മുളകുശ്യമാണെങ്കിൽ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുള്ളൂ. നിർബന്ധമായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കൂ. ഇന്ന് ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ വിഭവം അങ്ങനെ തന്നെ പറയാലോ, പരിപ്പ് ചീര മുളകുശ്യം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഉണ്ടാകുമെന്നും, മുളകൊക്കെ കുറവായ കൊച്ചു കുട്ടികൾക്ക്, എരിവ് വിഷമുള്ള കുട്ടികൾക്കൊക്കെ ഇത് സുഖമായിട്ട് കൂട്ടാം. ഇത്തിരി ധാരാളമായിട്ട് കൂട്ടാം. ഉപ്പ് അല്ല, നല്ലോണം അങ്ങോട്ട് ചൂടിൽ കുഴച്ച് ഉരുട്ടി അങ്ങോട്ട് കൊടുക്കാം, കഴിക്കാം. എന്നാൽ ശരി, ഈ ചീരമുളകുശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ഒന്നും ഉണ്ടാക്കി വെക്കൂ കേട്ടോ. ഉണ്ടാക്കാറുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്നും ഉണ്ടാക്കി വെക്കൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.